നിവിനും ആര്യനും അക്ബറും നൂറയും അനുമോളും എല്ലാം ഒരുപാട് നേരമായിട്ട് നോക്കി നിൽക്കുകയാണ് ഈ വാതിലൊന്ന് തുറക്കാൻ. ബിഗ് ബോസ് അവിടെ ഫുള്ള് ഇപ്പം ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടേക്കാണ്. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബിഗ് ബോസ് തുറക്കുന്നത്. ആര്യൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് ഒന്ന് തുറക്ക്, ബിഗ് ബോസ് ഉറക്കം വരുന്ന ബിഗ് ബോസ് ഒന്ന് കണ്ടിട്ട് പോയി കിടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബിഗ് ബോസ് അത് തുറക്കുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ പുറത്തോട്ട് ഓടി വരുവാണ്. എന്നിട്ട് ലൈറ്റ് കാണുന്ന അനുമോൾക്കൊക്കെ ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുന്ന അനുമോൾ പറയുന്നത് നമുക്ക് ഫോട്ടോ എടുക്കാം. അതിലെ അനുമോളും നൂറയും കൂടെ ഒരുപാട് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കുന്നു. ആര്യൻ ദീപാവലി വന്നല്ലോ, ദീപാവലി എന്ന് പറഞ്ഞ് പാട്ടും പാടി തുള്ളി ചാടിക്കൊണ്ടാണ് ഇറങ്ങി വന്നത്. എന്നിട്ട് ആര്യൻ എന്നിട്ട് പറയുന്നു ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ എന്ന് നിവിനും ആര്യനും കൂടെ വീണ്ടും വേറെ പാട്ട് പാടുന്നു. അവരിതെല്ലാം കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് കുറേ നേരം അവിടെയൊക്കെ നിന്ന് സംസാരിച്ചതിന് ശേഷം അതിൽ വിളിച്ചിട്ട് പറയാം, ഇത് നോക്കി ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഹാപ്പി ദീപാവലി എന്ന്. അപ്പോഴത്തേക്ക് അനുമോളും നൂറയും കൂടെ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നീ ഇത് കാണുന്നത്, എത്ര നേരം ഞങ്ങളതൊക്കെ കണ്ടിട്ട് നീ ഇപ്പോഴാണ് കാണുന്നതെന്ന് ചോദിക്കുന്നത്. എന്നിട്ട് അവിടെ ബിഗ് ബോസ് ഇങ്ങനെ അനുമോള് മുകളിലോട്ട് നോക്കിയിട്ട് പറയുന്നത് അവിടെയും കൂടെ ലൈറ്റ് ഇടണമായിരുന്നില്ലേ, ജയിലിലൊക്കെ ലൈറ്റ് ഇടണമായിരുന്നു, പിന്നെ മേലെ അവിടെ ലൈറ്റ് ഇട്ടായിരുന്നു കാണാമായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നു. അപ്പം നൂറ പറയുന്നു ആ ലൈറ്റൊക്കെ നാളെ ഇടത്തുള്ളായിരിക്കും എന്ന് പറയുന്നു. എല്ലാം കൂടെ ഇട്ട് കാണിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും എന്ന് പറയുന്നത്. എന്നിട്ട് 3 പേരും കൂടെ ആ ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നിവിനും ആര്യനും അക്ബറും കൂടെ അവിടെയൊക്കെ നിന്ന് കുറേ നേരം നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പറയുന്നു ഇനി പോയി കിടക്കട്ടെ, രാവിലെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നു. പക്ഷേ ഇവർ വീണ്ടും ഇവിടെ നിന്ന് ബിഗ് ബോസ് കുറേ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച് കളിക്കുകയും ബാഹുബലി എന്നൊക്കെ പറഞ്ഞ് അനുമോളും നൂറയും കൂടെ അതും തോളയെ വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.